നബിയെ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം കൊണ്ട് തീർന്നില്ല. ബിറഹ്മതിഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ഫബിദാലിക ഫൽയഫ്റഹു, ആ റഹ്മത്ത് കൊണ്ട് അവർ സന്തോഷിക്കട്ടെ. ബേജാറിലാവണ്ട ആരും, സന്തോഷിക്കാനാണ് അല്ലാഹുവിന്റെ കൽപ്പന. കാരണം റഹ്മത്ത് നമുക്ക് കിട്ടുമ്പോ സന്തോഷമാണ് കൽബിൽ വരേണ്ടത്. റസൂലുള്ള റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ ലോകത്തിന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം അത് സന്തോഷമാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അതും റബീഉൽ അവൽ 12-നാണ്. ആയതുകൊണ്ട് അതിൽ നാം വേദനിക്കേണ്ട ആവശ്യമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. തീർന്നില്ല. വമമാതി, എൻ്റെ മരണവും എൻ്റെ വഫാത്തിന്റെ ശേഷമുള്ള കാലവും അതും നിങ്ങൾക്ക് ഖൈറാണ്. കാരണം 63 വർഷത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് റഹ്മത്തായിട്ടാണ് അല്ലാഹു അവിടുന്ന് അയച്ചത്. അവിടുത്തെ 63 വർഷത്തെ ജീവിതം ആ കാലഘട്ടത്തുള്ള 1400 വർഷം മുമ്പുള്ള അറേബ്യൻ സാമ്രാജ്യത്തിന് മാത്രം ജീവിതമല്ല, അവിടുത്തെ റഹ്മത്ത് ആഗോളതലത്തിലെത്തിയിട്ടുണ്ട്. അതാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്കിടെ എന്നും ലോകാവസാനം പറയുന്നല്ല, നാളെ മഹ്ശറിൽ വരെ അവിടുത്തെ ശഫാഅത്തിനെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഹബീബിന്റെ റഹ്മത്താണ് നമുക്ക് പ്രതീക്ഷ. ആയതുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് ആ മാസം മുഴുവനും നാം സന്തോഷിക്കുക. ഖുർആൻ ഫബിദാലിക ഫൽയഫ്റഹു, അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. വ്യക്തമായി ഖുർആനിന്റെ ആജ്ഞയാണ്, ഖുർആനിന്റെ നിർദ്ദേശമാണ്, കൽപ്പനയാണ്. സന്തോഷിക്കണം. നാം മനസ്സിലാക്കുക, ഇബ്ലീസ് 4 സമയത്ത് ദുഃഖിച്ചിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലേക്ക് പൂജാതരായ സമയത്ത്, റബീഉൽ അവൽ 12 സുബ്ഹിയോടടുത്ത സമയത്ത് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കാരണം അവന്റെ പണികളെല്ലാം നിലച്ചു പോകുന്നു. അവന്റെ എല്ലാ കെണികളും കെണിവലകളും അതേ പലയിടങ്ങളിലും നിലച്ചു പോകുന്നു. ഇബ്ലീസ് അതാ പൊട്ടിക്കരഞ്ഞ സന്ദർഭമാണ്. നമുക്ക് സന്തോഷിക്കണം. ഇവിടെ നമുക്ക് ആ ദിവസം, ആ സമയം, ആ മാസങ്ങളിൽ വേദനിക്കേണ്ട അവസ്ഥയില്ല. സന്തോഷിക്കാനാണ് കൽപ്പന. ആയതുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലിദ് ഓതിക്കൊണ്ട്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണം. നമുക്കറിയാമല്ലേ, അബൂലഹബ് പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അബൂലഹബിനെ ശപിച്ചുകൊണ്ടുണ്ട്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. പക്ഷേ ആ അബൂലഹബ് ഇസ്ലാം വരുന്നതിന് മുമ്പേ തന്റെ സഹോദരൻ അബ്ദുല്ലാഹ്ക്ക് ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച റബീഉൽ അവൽ 12-ന് അതാ അബൂലഹബ് സന്തോഷിച്ചുകൊണ്ട്, ആ അബൂലഹബ് ആമിന ആൺകുട്ടി പ്രസവിച്ചിട്ടുണ്ട്. ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ടുള്ള ഗുഡ് ന്യൂസ് അബൂലഹബിനെ അറിയിച്ചപ്പോ വെള്ളാത്തിയായ സുവൈബത്തുൽ അസ്ലിമിയെ അപ്പോൾ തന്നെ മോചിപ്പിച്ചു. ദീനടിമയല്ല, വളരെ ആഹ്ലാദം കൊണ്ട് സന്തോഷിച്ചു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു,
അബൂലഹബ് നാളെ ജഹന്നം എന്ന നരകത്തിലാണ്. പക്ഷേ അബൂലഹബ് ആ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ടൊരു സന്തോഷം, ഒരു ആഹ്ലാദം പ്രകടിപ്പിച്ച കാരണം കൊണ്ട് നാളെ അതാ ജഹന്നം എന്ന നരകത്തിൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും അബൂലഹബിന്റെ അതാ കൈവരലിലൂടെ കുടിക്കാനുള്ള ശുദ്ധജലം കൊടുക്കുന്നതാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ അസഹുൽ കിതാബി അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തുള്ള കോടാന കോടി മുഅ്മിനീങ്ങൾ സ്വീകരിക്കുന്ന ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി തങ്ങൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂലഹബിന് ആ റസൂലുള്ളാഹിനെ സന്തോഷിച്ച കാരണം കൊണ്ട് സുവൈബത്തുൽ അസ്ലമിയ എന്നുള്ള വെള്ളാട്ടി പെണ്ണിനെ മോചനം സ്വതന്ത്രയാക്കിയ കാരണം കൊണ്ട് ആ എല്ലാ തിങ്കളാഴ്ചയും അതേ ജഹന്നം എന്ന നരകത്തിൽ സ്വാദേ കുടിക്കാനുള്ള പാനീയം കൊടുത്ത് അബൂലഹബിനെ ആശ്വസിപ്പിക്കുന്നുവെങ്കിൽ ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അടിയുറച്ച വിശ്വാസമുള്ള ആ ഹബീബിൽ സ്നേഹമുള്ള മഹബ്ബത്തുള്ള നാം റബീഉൽ അവ്വലിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഹബീബിന്റെ പേരിലുള്ള മൗലിദുകൾ സ്വലാത്തുകൾ സലാമുകൾ അത് പാടി പറഞ്ഞുകൊണ്ട് അതേ നമ്മുടെ പിഞ്ചോമന മക്കളെ കൊണ്ട് പാടിപ്പിച്ചുകൊണ്ട് അവർക്ക് പ്രോത്സാഹനം എന്ന നിലയ്ക്ക് സമ്മാനങ്ങൾ ഗിഫ്റ്റുകൾ വിതരണം ചെയ്ത് സന്തോഷിപ്പിക്കുമ്പോൾ മദീനയിലുള്ള മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സന്തോഷം ചില്ലറയല്ല. ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോ വീടുകളിലും റബീഉൽ അവ്വൽ ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് ആഗതമാവലോടുകൂടി നാം അതാ മൗലിദ് പാരായണം ചെയ്യണം. ആരും ഒഴിവായി പോവരുത്. റസൂലുള്ളാഹിന്റെ മദ്ഹാണ്, സ്തുതി കീർത്തനമാണ് മൗലിദിലുള്ളത്. നമുക്കറിയാം, ഇമാം ബുഖാരി തങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യളഉ ലിഹസ്സാൻ ഇബ്നു സാബിത് മിംബറ. മദീനത്തെ മസ്ജിദുൻ നബവി പള്ളിയിൽ അതാ ഒരു സൈഡിൽ ഒരു പീഠ അതേ ഒരു മിമ്പറ് പ്രത്യേകം തന്നെ റസൂലുള്ളാഹി സംഘടിപ്പിച്ചു. എന്തിനു വേണ്ടി? യുഫാഖിറു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയൊരു കവിയായിരുന്നു, സിംഗറായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. വലിയ പാട്ടുകാരനാണ് ആ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ ഹയാത്ത് കാലത്ത് തന്നെ ഹബീബായ റസൂലുള്ളാഹിന്റെ മുഖം നോക്കിക്കൊണ്ട് പാടി റസൂലുള്ളാഹി സന്തോഷിച്ചോ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദ്സി. അല്ലാഹ് എന്റെ മദ്ഹ് പാടിയ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നീ റൂഹുൽ നിന്റെ പരിശുദ്ധമായ ആത്മാവ് കൊണ്ട് നീ ശക്തിപ്പെടുത്തണം അല്ലാഹ്. എന്താണ് ഹസ്സാൻ ഇബ്നു സാബിത് പാടിയത്? അതും ചരിത്രത്തിലുണ്ട്, അതും ഹദീസിൽ കാണാം. റസൂലുള്ളാഹിന്റെ മുഖം നോക്കിക്കൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത് സ്തുതി കീർത്തനം പാടുന്നു. വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. നബിയെ, തങ്ങളെ പോലെ നല്ല സ്വഭാവമുള്ള, നല്ല ഗുണമുള്ള, നല്ല ഒരു മനുഷ്യനെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല നബിയേ. വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ. തങ്ങളെ പോലെ നല്ല മുഞ്ചുള്ള, നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയെയും ഒരു ഉമ്മയും ഇതുവരെ പ്രസവിച്ചിട്ടില്ല നബിയേ. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി. നബിയെ, തങ്ങളുടെ ശരീരം നോക്കിയാൽ, ശരീരത്തിന്റെ ഘടന നോക്കിയാൽ, ശരീരത്തിന്റെ സൃഷ്ടിപ്പ് നോക്കിയാൽ ഒരു ന്യൂനതയുമില്ല നബിയേ, ഒരു കുറവുമില്ല നബിയേ.
ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ റബ്ബ് അല്ലാഹ് തങ്ങളെ പടച്ചതുപോലെയുണ്ട് നബിയേ. ഇത് പാടിയപ്പോഴാണ്, ഇത് പാടാൻ വേണ്ടിയാണ് ഒരു മിമ്പർ തന്നെ വേറെ മദീനത്തെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തത്, ദുആ ചെയ്തതും. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞവർ, പാടിയവർ, അത് കേട്ടവർ, ആ മജ്ലിസിൽ ഇരുന്നവർ ആരും നഷ്ടത്തിലായിട്ടില്ല, കഷ്ടത്തിലായിട്ടില്ല, ദുഃഖത്തിലായിട്ടില്ല, ഒരു ബേജാറിലുമായിട്ടില്ല. അത് പ്രത്യക്ഷത്തിലല്ലെങ്കിലും അപ്രതീക്ഷിതമായി അതിന്റെ ആ ബറക്കത്ത്, അതിന്റെ ഗുണങ്ങൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും അല്ലാഹു നൽകും. നമ്മുടെ പഴയ കാലങ്ങളിൽ നമ്മുടെ ഉമ്മമാരും ബാപ്പമാരൊക്കെ വീട്ടിലിരുന്ന് മൗലദ് ഓതിയവരല്ലേ, ആ ഓത്ത് ഒരിക്കലും നിർത്തി പോവരുത് മുത്തുമുഅ്മിനീങ്ങളെ. നമ്മുടെ മക്കളെ കൊണ്ട് തന്നെ നന്നായി മൗലദ് ഒരു ഹദീസെങ്കിലും ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ വരലോടുകൂടി രാത്രി സമയത്ത് നാം ഓതിപ്പിക്കുക, ബൈത്ത് ചൊല്ലുക. മദീന ആ ബൈത്തിലൂടെ മൗലിദിലൂടെ സ്വലാത്തുകളാണ്, സലാമുകളാണ് മദീനയിലുള്ള ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു നമുക്ക് അതിന് ഉദവി നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12 വരെ നമ്മുടെ ഈ പള്ളി